ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മൗനരാഗം സീരിയലിന്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും ഇന്നത്തെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ കല്യാണി വിക്രത്തെ കൈകാര്യം ചെയ്ത കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ സരയും ഒക്കെ കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഷാരി പറയുന്നുണ്ട്, അതെ പ്രകാശ, എത്രയൊക്കെ വന്നാലും നിന്റെ മകന്റെ മുഖത്ത് അവള് കൈവച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള കൂലി അതവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. മാക്സിമം നമ്മുടെ പ്രകാശനെ എഴുതികയറ്റി എങ്ങനെയെങ്കിലും കല്യാണിയുടെ കാര്യം ഒരു തീരുമാനമാക്കണം. അച്ഛൻ ജയിലിൽ പോയാലും വേണ്ടിയില്ല, മകള് മരിച്ചിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതിയാണ് സരയുനും ഷാരിക്കും ഒക്കെ ഉള്ളത്. നിങ്ങൾക്കറിയാലോ എന്റെ രാഹുലേട്ടൻ എത്രമാത്രം സന്തോഷത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ്. ആ മനുഷ്യൻ ഇപ്പൊ സമനില തെറ്റി ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നിന്റെ മകള് മാത്രമാണെന്നും പറഞ്ഞ് പ്രകാശിനെ കുറ്റപ്പെടുത്തുമ്പം പ്രകാശനും പറയുന്നുണ്ട്, അവളുടെ തലവെട്ടം കണ്ടതിന് ശേഷമാണ് താനും ഇത്രയധികം അതപ്പതിച്ചു പോയത്. എന്റെ മകൻ ഉയരാത്തതിന്റെ ഏക കാരണക്കാരി അത് കല്യാണി മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കല്യാണിയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കിനും സരയുവാണെങ്കിലോ, ദേ പ്രകാശ, നിങ്ങൾ കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കല്യാണി എന്ന് പറയുന്ന ശല്യത്തെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിന്നും എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ സാധിക്കുമെന്നൊക്കെ പറയുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രമാണെങ്കിലോ, അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം നമുക്ക് ഡബിളും ത്രിബിളും ആയിട്ട് തിരിച്ചടികളായിട്ട് വരികയാണല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് വിക്രം? നീ നിന്റെ അച്ഛൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിന്റെ പെങ്ങള് മരിക്കണം, അങ്ങനെ തന്നെ ചിന്തിച്ചു നോക്ക്. ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു മുന്നിൽ ഒരു വഴി തെളിഞ്ഞു വരും. ഇതിനു വേണ്ടി എന്ത് സഹായവും ഞാനും എൻ്റെ അമ്മയും നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും എന്നുള്ളൊരു വാക്കൊക്കെ നമ്മുടെ സരയു കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ വിക്രത്തിനും പ്രകാശിനും ഒക്കെ ഒരു വല്ലാത്തൊരു ഊർജം കിട്ടിയതുപോലെയാണ്. എന്ത് വന്നാലും നമ്മളെ താങ്ങാനായിട്ട് ഇവരൊക്കെ ഉണ്ടല്ലോ, പിന്നെ നമ്മൾ എന്തിനു പേടിക്കണം? അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറഞ്ഞു തരാം. നിന്റെ മുഖത്ത് ഈ പാടുകളൊക്കെ വീഴ്ത്തിയത് കല്യാണി തന്നെയല്ലേ? അവളല്ലേ നിന്നെ ഈ രീതിയിൽ അടിച്ച് പദം വരുത്തിയത്? അതുകൊണ്ട് അവളുടെ പേരിൽ നീ പോയി ഒരു പോലീസ് കംപ്ലൈന്റ് ചെയ്യാൻ പറയാണ്. അപ്പോൾ നമ്മുടെ സരയുടെയും ചാരിയുടെയും ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ച് പ്രകാശനും മകനും കൂടി ചൂടോടുകൂടി സ്റ്റേഷനിലേക്ക് പോകുമ്പം അമ്മയും മകളും ആണെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു. അമ്മേ, കുറച്ച് പൈസ പൊടിഞ്ഞാലും വേണ്ടിയില്ല. അല്ല മോളെ, ഇനിയിപ്പോ പൈസയൊക്കെ നമ്മൾ എവിടുന്ന് ഉണ്ടാക്കും? അതിനെന്തിനാ എൻ്റെ അമ്മ വിഷമിക്കുന്നത്? 2-3 പവന്റെ സ്വർണം എടുത്ത് പണയം വെച്ചാലോ വിറ്റാലോ മതിയല്ലോ. ഇവർ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ അവളുടെ ശല്യം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ജയിലിൽ കിടന്നാൽ നമുക്ക് എന്താ അമ്മ പ്രശ്നം? അപ്പം ചതി തന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെതാ കല്യാണിക്കെതിരെ കംപ്ലൈന്റും ഒക്കെ ആയിട്ട് വിക്രവും അതുപോലെ പ്രകാശനും കൂടി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പം സാറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. സാറേ, എന്റെ മകനെ ഇഞ്ചപ്പരുവാക്കി ആ കല്യാണി ചതച്ചു വിട്ടിരിക്കുകയാണ്. എന്തായാലും അവൾ ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഞങ്ങൾ അവൾക്കെതിരെ കംപ്ലൈന്റ് തരാനാണ് വന്നതെന്ന് പറയുമ്പം നമ്മുടെ കിരണിനോട് കുറച്ച് ചായ്വ് കൂടുതലുള്ള ഒരു ഇൻസ്പെക്ടർ ആണല്ലോ അവിടെ ഇരിക്കുന്നത്. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എന്തായാലും നീ തന്ന പരാതിയും കാര്യങ്ങളും ഒക്കെ വേണ്ട വിധം ഞാൻ പരിശോധിക്കാം. പക്ഷേ എനിക്ക് അറിയേണ്ടുന്ന വേറൊരു കാര്യമുണ്ട് വിക്രം. ചുമ്മാതെ കല്യാണി നിന്നെ തല്ലില്ലല്ലോ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകില്ലേ എന്ന് ചോദിക്കുകയാണ്. അതെ, എന്റെ മുൻ ഭാര്യയുടെ വീട്ടില് ആരോ കക്കാൻ കയറി, അത് ഞാനാണോ എന്നൊരു സംശയം. ആ സംശയത്തിന്റെ പുറത്താണ് അവൾ എന്നെ ഇങ്ങനെ അടിച്ചു വിട്ടത്. അങ്ങനെ ഒരു സംശയം ഉണ്ടായെങ്കിൽ അതില് കുറെ അധികം കാര്യങ്ങളില്ലേ. നീ ഒരു വൃദ്ധയായ സ്ത്രീയുടെ മാല മോഷ്ടിക്കുകയൊക്കെ ചെയ്തതല്ലേ വിക്രം എന്നൊക്കെ സാർ ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്റെ പൊന്ന് സാറെ, സാറിന്റെ മുന്നിൽ ഞാൻ തൊഴുതു പറയാണ്, എന്റെ മകൻ അന്ന് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, അല്ലാതെ അവനിപ്പം അത്തരത്തിലുള്ള ഒരു തെറ്റുകളും ചെയ്യാറില്ല എന്നും പറഞ്ഞു. പ്രകാശനാണെങ്കിലോ തന്റെ മകനെ വെള്ള പൂശാൻ ശ്രമിക്കുമ്പം സാറ് പറയുന്നുണ്ട്, അതെ, കേസ് ഞാൻ എന്തായാലും ഒന്ന് പഠിക്കട്ടെ, പഠിച്ചതിന് ശേഷം നിങ്ങളെ വിളിപ്പിക്കാം. തൽക്കാലം രണ്ടുപേരും പോയി പുറത്ത് നിൽക്കാൻ പറയാണ്. പറഞ്ഞ പാടെ തന്നെ പെട്ടെന്ന് തന്നെ രണ്ടുപേരും പോയതാ സ്റ്റേഷന്റെ വെളിയിൽ നിന്നു. ഉടനെ തന്നെ പുള്ളിക്കാരനാണെങ്കിൽ നമ്മുടെ കല്യാണിയെ വിളിക്കുകയാണ്. കല്യാണിയെ വിളിച്ചിട്ട്, ദേ മേഡം, നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ആങ്ങളെയും അച്ഛനും കൂടി ഇവിടെ ഒരു കംപ്ലൈന്റ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? എന്താ സാറേ കംപ്ലൈന്റ്? അത് അവനെ കയ്യേറ്റം ചെയ്തു എന്ന് തന്നെയാണ്. അതിന് ഞാൻ അങ്ങോട്ടേക്ക് ഒരു വക്കീലിനെയും കൂട്ടി വരാം. എന്താ വേണ്ടുന്നത്? അതിന്റെ നിയമ നടപടികൾ അതേ രീതിയിൽ തന്നെ പോയിക്കോട്ടെ എന്നും പറഞ്ഞ് കല്യാണി കോള് കട്ട് ചെയ്യുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കിനും കല്യാണി ഒരു വക്കീലിനെയും കൂട്ടി വരുമ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ വിക്രം പറയുന്നുണ്ട്, കണ്ടോ, നമ്മളോട് പുറത്തിരിക്കാൻ പറഞ്ഞിട്ട് സന്ധി സംഭാഷണത്തിന് ഇവരെ വിളിച്ചു വരുത്തിയത് ആ സാറ് തന്നെ ആയിരിക്കും. എന്തായാലും ഇനിയിപ്പോ അവൾ വന്നു കഴിയുമ്പം അവളോട് അച്ഛൻ അധികം ദേഷ്യത്തിലൊന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയുമ്പോ പ്രകാശനാണെങ്കിലോ,
മൊത്തത്തിൽ കലി പൂണ്ട് നിൽക്കുകയാണ്. കല്യാണിയെ വലിച്ചു കീറാനുള്ള ദേഷ്യമാണ് നമ്മുടെ പ്രകാശനുള്ളത്. രാജകുമാരാന്നും പറഞ്ഞ് പൊത്തി വളർത്തിയ തന്റെ മോനാണല്ലോ. ആ മോന്റെ കവിളിങ്ങനെ റോസാപ്പൂ പോലെ ചോപ്പിച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കിനും പ്രകാശിന് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങനെ കല്യാണി നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ ഇറങ്ങി വരുമ്പം, ആഹാ, നീ വക്കീലിനെ ഒക്കെ കൂട്ടിയാണല്ലോ വന്നിരിക്കുന്നത്, എന്താണ് നിനക്ക് പേടിയുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് പ്രകാശൻ. പെട്ടെന്ന് തന്നെ കല്യാണി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ പേടിക്കുന്നത്? നിങ്ങളുടെ മകന്റെ കയ്യിലിരിപ്പിന് അതിന് തക്ക ശിക്ഷ അത് വഴിയാണെന്ന് പോലും നോക്കാതെ നല്ല രീതിയിൽ കൊടുത്താ ഞാൻ വിട്ടിരിക്കുന്നത്. ഇനി ഒരിക്കലും ഒരാളോടും ഇവൻ ഇതുമാതിരി ക്രൂരത ചെയ്യരുത് എന്നൊക്കെ പറയുമ്പം, എന്റെ മോൻ എന്ത് ക്രൂരത ചെയ്തെന്നാടി നീ പറയുന്നത് എന്നാണ് പ്രകാശിന്റെ ചോദ്യം. പെട്ടെന്ന് തന്നെ വിക്രമാണെങ്കിലോ, എന്റെ പൊന്ന് കല്യാണി, നിന്നെ സാറ് വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ സാറിന്റെ അടുത്ത് പോയി സംസാരിച്ചാൽ മതി. എനിക്കും എന്റെ അച്ഛനും ഒന്നും നിന്നോട് തീരെയും താല്പര്യമില്ല, ഞങ്ങൾക്ക് നിന്നോട് സംസാരിക്കുന്നത് പോലും ഇഷ്ടമല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും, എടാ നീ ഉണ്ടാക്കിയ ട്രാപ്പാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ നിന്നെ അടിച്ചിട്ടും ഒരു പ്രാവശ്യം പോലും നീ എന്നെ എതിർക്കാതിരുന്നത് നീ എന്റെ ട്രാപ്പിൽ പെടുത്താൻ തന്നെയാണെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. പിന്നെ നീ ചെയ്തു കൂട്ടുന്ന ശിക്ഷകൾക്ക് നിന്നെ തല്ലിയാ പോരാ, നിന്നെ കൊല്ലണം, നിന്നെ കൊന്ന് കൊല വിളിക്കണം. അതിനുള്ള ദേഷ്യമൊക്കെ എനിക്കുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മോനെ എത്രമാത്രം നല്ല രീതിയിലാണ് പഠിപ്പിച്ചത്. പക്ഷെ ഇവൻ പഠിച്ച് അവസാനം മുഴുകള്ളനായി. മാല മോഷ്ടിക്കാനും അതുപോലെ തന്നെ ഓരോരുത്തരുടെ തലയടിച്ച് പൊട്ടിച്ച് സ്വർണ്ണം അടിച്ചു മാറ്റാനും ഒക്കെ നിങ്ങളുടെ മകനെ കഴിഞ്ഞ് ഈ നാട്ടിലെ ആളുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ കല്യാണി ഇങ്ങനെ സംസാരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രകാശനങ്ങ് ദേഷ്യം വന്നു. എന്റെ മോനെ, എന്ത് ചെയ്തെന്നാടി നീ പറയുന്നത്? സോണിയുടെ ഭർത്താവിന്റെ തലയടിച്ചു പൊട്ടിച്ചിട്ട് ആ വീട്ടിലെ കാശും പണവും ഒക്കെ മോഷ്ടിച്ചത് ഇവൻ തന്നെയാണ്. ആ കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ, ഇനി ചെയ്യാത്ത കുറ്റം കൂടി എന്റെ തലമണ്ടയ്ക്ക് വെക്ക് എന്നും പറഞ്ഞ് നമ്മുടെ വിക്രം ദേഷ്യപ്പെടുകയാണ്. അപ്പൊ പ്രകാശന് തന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമാണല്ലോ. അതുകൊണ്ട് തന്നെ പ്രകാശനാണെങ്കിൽ വിക്രത്തിന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുമ്പം കല്യാണി പറയുന്നുണ്ട്, വളരെയധികം വിദ്യാഭ്യാസം കൊടുത്തു, എന്ത് പ്രയോജനം? ഞാനാണെങ്കിൽ സ്കൂളിൽ പോയിട്ടില്ല. നിങ്ങൾ ഒറ്റൊരുത്തൻ കാരണം എന്റെ ജീവിതവും എന്റെ ബാല്യവും ഒക്കെ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. അതെ, ഇപ്പം ഒരു കമ്പനി നടത്തുന്നതും ആ കമ്പനിയിൽ വരുന്ന അത്യാവശ്യം മീറ്റിങ്ങുകളൊക്കെ കൈകാര്യം ചെയ്യുന്നതും ഞാൻ തന്നെയാണ്. അതിനുള്ളൊരു കഴിവും വിദ്യാഭ്യാസവും ഇന്ന് ഞാൻ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ, അത് ശരിയാണ്, നിനക്ക് നല്ല കഴിവുണ്ട്. നീ വിക്രത്തിനെ പോലെയൊന്നും അല്ല. നീയേ ആ കിരണിനെ വളച്ചെടുത്ത് അവന്റെ കമ്പനിയും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്നത് ഓക്കെ, അതുപോലെയുള്ള ഒരുത്തനെ നിനക്ക് കിട്ടിയത് കൊണ്ടല്ലേ. എന്തായാലും എന്റെ മകൻ അത്തരത്തിലുള്ള ഒരു ചീത്ത സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് അവൻ അത്തരം കാര്യങ്ങളിലുമായിട്ടൊന്നും മുന്നോട്ട് പോകില്ല എന്നൊക്കെ പ്രകാശം പറയുമ്പം, അതെ, നിങ്ങളുടെ മകനും നല്ലൊന്നാന്തരം ഒരു ജീവിതം കിട്ടിയതല്ലേ. അതും കല്യാണത്തിന് മുന്നേ ആ കുട്ടിയെ ചതിച്ചിട്ട്, എന്നിട്ടും അവന് മതിയായില്ല. അവള് വേറെ വിവാഹം കഴിച്ചപ്പം അവിടെയും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തായാലും ഞാൻ സാറിനെ പോയിന്ന് കാണട്ടെ. ഇവനെ ഇനിയും ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കിട്ടിയാല് ജയിലിൽ കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല, താൻ ഇവനെ അടിച്ച് പദം വരുത്തും എന്നൊക്കെ പറഞ്ഞ് കല്യാണി ദേഷ്യത്തിൽ കയറി പോകുമ്പോൾ നമ്മുടെ വിക്രമാണെങ്കിലോ, ഇവളിനി അങ്ങോട്ട് ചെന്നിട്ട് എന്ത് കാണിക്കാനാണ്? നമ്മുടെ പരാതിയുടെ പുറത്ത് എന്തായാലും ഇവൾക്കെതിരെ കേസ് വന്നിരിക്കും. വന്നില്ലെങ്കിൽ നമുക്ക് സരയുനോടും ശാരിയോടും പറഞ്ഞ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ഓടിക്കാമെന്നൊക്കെ പറയാണ്. അങ്ങനെ കല്യാണിത സ്റ്റേഷനിലെത്തി സാറിന്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പം, വക്കീൽ സാറേ, കേസ് ഇച്ചിരി പ്രശ്നമൊക്കെ ഉള്ളതാണ്, പിന്നെ ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യും. എന്താ കല്യാണി മാഡം, ശരിക്കും എന്താ സംഭവിച്ചത്? സാറേ, എന്റെ നാത്തൂന്റെ വീട്ടിലൊരു മോഷണം നടന്നില്ലേ? ആ മോഷണം നടന്നത് ഇവനും അതിൽ പങ്കുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. സംശയം തന്നെയാണ്, പക്ഷെ എന്റെ കയ്യിൽ തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ഇവനെ പോലെയുള്ള ഒരു ക്രൂരനെ അത്രമാത്രം ദുഷ്ടതരമൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. അവളുടെ വീട്ടിൽ നിന്നും പൈസയും സ്വർണവും ഒക്കെ മോഷ്ടിച്ചിട്ട് ആൽബിയുടെ തലമണ്ട അടിച്ച് പൊട്ടിച്ചിട്ടാണ് ആ കള്ളന്മാർ അവിടുന്ന് പോയത്. എന്തായാലും ഫോറൻസിക്കുകാര് അവിടെ പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ടെന്ന് സാറും പറയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ കല്യാണിയാണെങ്കിലോ, സാറേ, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും ഞാൻ പോയി കിടക്കും. പക്ഷെ ഇവനെ പോലെയുള്ള ഒരുത്തനെ ഭൂമിയിൽ വെറുതെ അങ്ങ് വെച്ച് വാഴിക്കാൻ പറ്റില്ലല്ലോ. അവന്റെ അച്ഛൻ ഇവനെ ഓർത്ത് നരകിച്ച് മരിക്കണം എന്നൊക്കെ കല്യാണി ദേഷ്യത്തിന്റെ പുറത്ത് പറയാണ്. സാറ് പറയുന്നുണ്ട്, കല്യാണി മേഡം എന്തായാലും വക്കീലിനെയും കൂട്ടിയിട്ടാണല്ലോ വന്നത്. ഈ കാര്യം എന്തായാലും എനിക്ക് കോർട്ടിൽ പ്രൊസീഡ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കോടതി വഴി മേഡം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും ഇവരെ അയക്കുകയാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ കല്യാണി വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുമ്പോഴത്തേക്കിനും കിരൺ വരികയാണ്. അല്ല കല്യാണി, ഇനിയിപ്പോ എന്താ നിന്റെ പ്ലാൻ? നമുക്കൊരു നല്ല വക്കീലിനെ വെച്ച് വാദിക്കണ്ടേ? കിരണേട്ടാ, എന്തൊക്കെ സംഭവിച്ചാലും ഈ കേസ് കൈകാര്യം ചെയ്യുന്നത് ഞാനായിരിക്കും. എന്റെ ആങ്ങളെന്ന് പറയുന്ന ആ
ദുഷ്ടനെ ഞാൻ തന്നെ പൂട്ടിയിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പം പെട്ടെന്ന് എടി നീ വിചാരിക്കുന്നത് പോലെ നിസ്സാരമായിട്ടുള്ള സംഭവങ്ങളൊന്നും അല്ല കിരണേട്ടൻ പേടിക്കൊന്നും വേണ്ട. കിരണേട്ടന്റെ ഒരു സപ്പോർട്ട് അത് മാത്രമാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞ കല്യാണി കാര്യങ്ങൾ പറയാണ്. കോടതി മുറിയിലിട്ട് അവനെ പൊരിക്കാനുള്ള കാര്യങ്ങളെല്ലാം എൻ്റെ പക്കലുണ്ട്. പിന്നെ വേണ്ടുന്ന ഉപദേശങ്ങളെല്ലാം നമ്മുടെ കമ്പനി വക്കീലിന്റെ അടുത്ത് നിന്നും ചോദിച്ചു മനസ്സിലാക്കാം എന്നൊക്കെ പറയുമ്പം നമ്മുടെ കിരൺ പറയുന്നുണ്ട്, മോളെ നീ ഇപ്പൊ തീരുമാനിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും പോലും അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് വേണ്ടത് എൻ്റെ കിരണേട്ടന്റെ സമ്മതം മാത്രമാണ്. എന്തായാലും അവനെതിരെ ഞാൻ കോടതിയിൽ വാദിച്ചിരിക്കും എന്നുള്ള ഒരു വാശിയാണ് നമ്മുടെ കല്യാണിക്ക്. അപ്പൊ കല്യാണി ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പം കിരൺ എന്ന് പറയുന്ന ഭർത്താവ് എന്തായാലും അവളോടൊപ്പം തന്നെ നിന്നല്ലേ പറ്റുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ചുമ്മാ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം. ബൈ.